തുഴച്ചിലും വീഡിയോയിലും രണ്ടും കൂടെ നടക്കില്ല, ഭയങ്കര പാടാണ്. ഞങ്ങളങ്ങനെ എത്തി. പക്ഷേ ഞങ്ങളുടെ ഇത് ഒടിഞ്ഞു പോയി ഗായ്സ്. ഞങ്ങളുടെ ചെറിയ ഒടിഞ്ഞു നമ്മൾ ഇന്ന് എത്തൂല. ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നൊരു അഡ്വഞ്ചർ വീഡിയോ ആണ്. ഓക്കെ, അതായത് ഞങ്ങൾ ചെറിയൊരു ബോട്ട് വാങ്ങിച്ചു, നമ്മുടെ ട്യൂബിൻ്റെ ബോട്ടിലെ കാറ്റടിച്ച് എയറുള്ള ബോട്ട്, അതൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്, ചെറിയൊരു അഡ്വഞ്ചർ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ബോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോട്ട്. ഇത് ഓൾറെഡി ട്രാക്ക് X2 എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു ഓൾമോസ്റ്റ് നമുക്ക് 2 അഡൽട്ടിനും ഒരു ചൈൽഡിനും നമുക്കിതിനകത്തിരിക്കാം. ഓൾമോസ്റ്റ് 225 kg വരെ ഇത് വെയിറ്റ് ലോഡ് എടുക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാറ്റടിക്കാനുള്ള ഒരു ചെറിയൊരു പമ്പും അതേപോലെ തന്നെ 2 തുഴയും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പക്ഷേ ഇതാണ് സാധനം. ഓക്കെ, ഓൾറെഡി ഇതിന് അൺബോക്സിങ് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി കാറ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. കാറ്റൊക്കെ അടിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. ഡ്യൂട്ടിക്ക് പോയ ടൈമിലാണ് ലെയറെല്ലാം അടിച്ച് കുറേ നേരം എടുത്തു വിടാം, ടൈം എടുക്കും. മറ്റേ ഇലക്ട്രിക്കിൻ്റെ പമ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞങ്ങളുടെ ഇതിൻ്റെ കൂടെ കിട്ടിയത് നമ്മൾ ചവിട്ടി എയർ നിറങ്ങുന്ന ടൈപ്പ് സാധനമാണ്. ഓക്കെ, കാണിച്ചു തരാം. ആ സാധനം ഇതിലാണ് നമ്മൾ എയർ അടിക്കുന്നത്. ഇത് വെച്ച് വേണം നമ്മൾ എയർ അടിക്കാം. കുറച്ച് സമയം എടുക്കും, കുറച്ച് ക്ഷമയോടെ നിന്ന് നമുക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ പില്ലോ. അത് നമുക്ക് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു ഹൈറ്റ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആരെങ്കിലും വെള്ളത്തിൽ പോയൊരു അപകടം പറ്റി നമുക്ക് ഈ ഒരു സാധനം ഇട്ട് കൊടുത്ത് തൽക്കാലം ഒരു അവരെ മോളി പിടിച്ചു നിർത്താൻ നമുക്ക് സഹായിക്കും. ഓക്കെ, പിന്നെ ബോട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. കണ്ട എങ്ങനെയുണ്ട് സാധനം? അടിപൊളി സാധനമാണ്. ഇതാണ് നമ്മുടെ തുഴ വരുന്നത്. പിന്നെ കൂടെ തന്നെ ഇതെല്ലാം നമ്മൾ ഇത് ചെയ്യുവാണ്, എല്ലാം പീസായിട്ടാണ് നമ്മുടെ കവറിനകത്ത് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന ശേഷം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു 2 പേർക്കൊക്കെ തുഴഞ്ഞു പോകാൻ ഇത് ധാരാളം. ഇതാണ് അതിൻ്റെ പില്ലോ വരുന്നത്. ഒരു പില്ലോ നമ്മൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ വെക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് ഈ ഭാഗം ഓൾമോസ്റ്റ് ടൈറ്റ് ആവണ്ട, ഇത്ര ഉണ്ട് സാധനം. ഇതാണ് മറ്റേ സൈഡ് പീസ് തുഴ. പിന്നെ ട്യൂബ്, കാറ്റടിക്കാനുള്ള സാധനം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെറിയ ബോക്സിനകത്ത് വരുന്നത്. കണ്ടോ, ഇത്ര ഹൈറ്റ് ബോക്സിൽ. എന്തായാലും സാധനം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ട്രയൽ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇവർ വെള്ളത്തിൽ ഇറക്കി ഒന്ന് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്നൊക്കെ. സംഭവം അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഇതുവരെ പോയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറക്കാം, എന്നിട്ട് ബാക്കി കാണിച്ചാൽ. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര വെയിറ്റ് കൊള്ളുമെന്നും എത്ര പേർക്ക് ഇരിക്കാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ബോട്ടുകളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ വേറെ ടൈപ്പ് ഒരു കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുന്നത്. നമ്മുടെ പാൻസ് ആണെങ്കിലും കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കീറാതെ നോക്കണം, കാരണം അത് ഡേഞ്ചറാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഓക്കെ, എന്നാലും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, നല്ല വെയിലാണ്. ഇപ്പോൾ ഏകദേശം ഉച്ച സമയം 12 മണിയാണ്. നല്ല കത്തി നിൽക്കുന്ന ചൂടാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങാം. കാണിച്ചു തരാം. കണ്ടോ, നല്ല ചൂടെന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊള്ളി നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ബീച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിൽ താന്നിട്ട് ഇറക്കി കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറക്കാൻ പോകണം. ഏകദേശം ഇപ്പോൾ ഈവനിങ് ടൈമായി. അപ്പോൾ വെയിലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ബോട്ട് ഇറക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബോട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ റെഡിയാവും. വെള്ളത്തിൽ കാണാം. അഡ്വഞ്ചർ വീഡിയോ കേട്ടോ. എനിക്ക് നീന്താൻ അറിയില്ല, നിനക്ക് മാത്രം നീന്താൻ അറിയുന്നുള്ളൂ. നീയാണ് നീന്തൽ വിദഗ്ധൻ.
അങ്ങനെ ഞങ്ങൾ വെളി ഇറക്കിയിരിക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും. ഞങ്ങൾ തുഴഞ്ഞ് പഠിക്കട്ടെ. ഞങ്ങൾ വെള്ളത്തിലിറങ്ങാറെത്തി. എന്നിട്ട് തുഴ ഇതിനകത്തോഴി ഇടണ്ടേ? അതൊന്നും ആവശ്യമില്ല. അല്ല, ഇല്ലെങ്കിൽ താഴെ പോത്തില്ലേ? നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാൽ മതി. ഇതല്ലേ കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അതിൽ പിടിച്ചിട്ട് കഴിയുന്നില്ല. ആണോ? ഞാൻ എന്ത് ചെയ്ത് ചുമ്മാ ഇങ്ങനെ എടുത്തേ ഉള്ളൂ. തുഴ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയല്ലോ. എങ്ങനെ മിസ്സാവൂലേ? ചാടി ഇറങ്ങി എടുക്കണം. ഇറക്കി ഞാൻ കയറണം ആദ്യം. ആ കേറ്. എന്നിട്ട് പഠിക്കുന്നല്ലേ ഉള്ളൂ. അത് തുഴ എടുക്ക്. എന്നിട്ട് കുറവാണോ കാറ്റാണോ എൻ്റെ അല്ലേ? തരട്ടെ. ആയിട്ടുണ്ട്. കയറിയോ? വെള്ളം ഏറെ കുറവാണോ? ഓ ഇല്ല, കുറവൊന്നുമില്ല. അയ്യോ, അപ്പഴേ ഇരിക്കും. പഞ്ഞി കുറേ സെറ്റാക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കാലിൽ കിട്ടി വെച്ചു. അപ്പോൾ കറക്റ്റായി. ഞാൻ തന്നെ നോക്കിയാണ്. ഞാൻ തുഴയാം. ഞാൻ നമുക്ക് മറ്റേ പോലെ തുഴയാം, വൃത്തിക്ക് തുഴയാം. അവിടെ നിങ്ങോട്ട് കയറി എന്തൊക്കെയാണ്? ആ, നിങ്ങൾ ആരാ ഭംഗിയായിട്ട് തുഴയുന്നേ? അത് ഭയങ്കര പാടാ അങ്ങനെ തുഴയാൻ. അല്ല, ഒന്നായിട്ടും തുഴയണം. ഒരു സൈഡ് നീ കൺട്രോൾ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അയ്യോ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഒരു ഭാഗം ശരിയായി തുഴയുന്നില്ല നീ. അതല്ലെന്ന്, ആ ഭാഗം പോസ്റ്റ് തുഴ, അപ്പം ഇങ്ങോട്ട് വരും. കണക്കാക്കുന്നുണ്ട്. ക്യാമറ എടുക്കുന്നുണ്ടേ. ഞങ്ങളുടെ കറക്റ്റാണില്ലേ? അത് രണ്ടും ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് തുഴയാം. ഇതേ ഇൻ കേസ് താഴെ പോയാൽ ഈ സാധനം എടുത്തിട്ട് വരണം കേട്ടോ. ഇരിക്കുന്ന സാധനം അതിനാണോ നീ എടുത്ത്? വേണം, അതൊരു ആവശ്യകതയാണ്. പിന്നെ നമ്മളിങ്ങനെ തുഴഞ്ഞാൽ ഭയങ്കര സ്ലോയാണ്. നമ്മളിങ്ങനെ വട്ടം കിടക്കുവാണ്. നീ അതിനകത്ത് നോക്കണം, അല്ലെങ്കിൽ കറക്റ്റ് അയ്യോ നമ്മൾ എന്നാലും ഒരു ഇത് കറക്റ്റാവുന്നില്ലടാ. ആ ഡയറക്ഷനേ ഇങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ നീ ഇങ്ങോട്ട് തിരി, എന്നാലും അല്ലാന്നുണ്ടെങ്കിൽ ഈ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം വരും. സൂര്യനാ പറഞ്ഞത്, സൂര്യന് നിന്നെയും കൂട്ടിമുട്ടി. കമാൺ അയ്യോ. ഓക്കെ എന്നാ ഓക്കെ. തിരിച്ചു തരാൻ ബുദ്ധിമുട്ടു ആയില്ല, അത് നമ്മൾ സൈഡ് കൂടെ നടന്നാളത്. ഇന്ന് വട്ടം കറങ്ങാൻ നടുക്കാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഡ്രൈവർ അൻസാർ ആനു കഴിയുന്നു. 1 by 1 പിടിച്ചു. അത് ബുഷ് വെച്ചപ്പോൾ ഞാൻ അകത്ത് വേണ്ട. അങ്ങോട്ട് പോവാതിരിക്കാൻ. ഇങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് ഇത് മതി. ഇതാ വെച്ചിട്ട് അടുത്തല്ലേ. നമുക്ക് പെട്ടാൽ നമുക്ക് ഇങ്ങനെ നടന്നു വരാം. ഏത് ഭാഗം? സെറ്റ്.
ഹോയ് ഓ ഹോയ് ഓ ഹോയ്. നിങ്ങളെങ്ങോട്ടാ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട്. ആ അങ്ങനെ. ആ വൈറ്റ് ബിൽഡിങ്ങിലേക്ക് എത്തണം. ആ അങ്ങ് പോട്ടെ. ഒരു സൈഡത്തെ ഫോഴ്സ് ആയിട്ടാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പ്രശ്നമാണ്. അയ്യോ ഞങ്ങളങ്ങനെ എവിടെയോ, ഞങ്ങളുടെ ഫ്ലാറ്റ് എവിടെയാണ് കേട്ടോ, ഇവിടെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ആ കാണുന്നത് അവിടുന്ന് ഇവിടം വരെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പരുവായി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഈ സാധനം തുഴയുന്ന പോലെ പോകത്തില്ല കേട്ടോ. അടുത്ത് പോയി അല്ല, ഇനി തിരിച്ച് അങ്ങോട്ട് തുഴയണം. തുഴച്ചിലും വീഡിയോയിലും രണ്ടും കൂടെ നടക്കില്ല, ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് തുഴയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. കേട്ടിട്ട് എങ്ങാനും പോയാൽ പിന്നെ തുഴയാ. നീയാണ് തുഴയാനറിയാമെന്ന് പറഞ്ഞേ. എന്നാ തുഴഞ്ഞു പോകാനല്ല നല്ലത്. എന്നാ വെള്ളത്തെ കിടക്കും നൈസായിട്ടെ. മറ്റേ പോലെ തുഴയാം. ഒരു നാക്ക് കിട്ടി ആ നാക്കിൽ കുറച്ചങ്ങ് പോകും. അവിടം വരെ തുഴയണം. ഏകദേശം ആ കൈ ചൂണ്ടി കാണുന്നുണ്ട്, അവിടെയാണ് ബിൽഡിങ് വരുന്നത്, ഞങ്ങളുടെ സ്റ്റേ വരുന്നത്. അവിടം വരെ തുഴയണം. ഞങ്ങൾ അവിടെ നിന്ന് തുഴഞ്ഞ് ഇവിടം വരെ വന്നു കേട്ടോ. വെച്ചാൽ മെനക്കെടാണ്. ഇന്ന് നല്ല കൈക്കൊക്കെ നല്ല വേദനയായിരിക്കും. തുഴഞ്ഞ് മാടുത്ത് ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കറങ്ങുന്നു, വട്ടം കറങ്ങുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അതെ, ഇനി ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ പറ്റും. ഓക്കെ കയറിക്കോ. ഈ ഒരു മിനിറ്റ്, ഇവനെ പൊക്കിയില്ല എല്ലാവരും പൊക്കി. വൃത്തിക്ക് ഇരിക്കട്ടെ. മാത്രമല്ല ഇങ്ങോട്ട് ഒരിക്കലും സൈഡിൽ കയറിയിരിക്കില്ലേ. എപ്പോൾ കയറിയാൽ നടുക്ക് കയറിയിരിക്കാം. അവിടെ നിന്നല്ലേ നമ്മൾ വന്ന്? അവിടെ അല്ലേ ചായപ്പീടിയുള്ള? നിനക്കല്ലേ കട അറിയാന്ന്. ഞാൻ ഡ്രൈവർ. തുഴയുന്ന കറക്റ്റാണെന്ന് മാത്രം പറഞ്ഞു. കറക്റ്റ്. അങ്ങനെ സൂര്യൻ്റെ കഴിയാനായിട്ടോ. സൂര്യപ്പോൾ പോവും. ആ വലിയ ചൂടങ്ങ് പോയപ്പോൾ അല്ലേ. നമ്മളപ്പോൾ ഇറങ്ങിയ ടൈം ലേറ്റ് ആയില്ല, അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ക്ലിയർ ഉണ്ടാവില്ല. ആ കാണുന്ന ബ്ലൂ വാട്ടറിലാണ് ഇന്ത്യൻ മത്താമുള്ളത്. അവിടെ നിന്നാണ് ചായ ഇട്ട്. ശരിക്കും ഞങ്ങൾ തുഴയാശാനെ ആ ഒരു നാക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ കേട്ടോ തിരിച്ച് കിട്ടാൻ. ഒരു നാക്ക് കിട്ടുമ്പോൾ അങ്ങ് പോവും. കൺട്രോളാക്കണം, എന്നാലും നീങ്ങും. ഇപ്പം ശരിയായി തുടങ്ങി. ആ പോട്ട്, ആ വണ്ടി പോട്ട്, ഈ സൈഡ്. ഓക്കെ, നീങ്ങുന്നുണ്ട്. എനിക്കൊന്ന് ഒഴുക്ക് അങ്ങോട്ടുണ്ടെന്ന്. അല്ല, ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാറ്റ് ഇങ്ങോട്ടല്ലേ, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഡബിൾ വർക്ക്. കാറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആകുമ്പോൾ കുറച്ച് ഞാൻ കയറ്റിയിട്ടേക്കാം. എന്ത് അങ്ങനെ ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അയ്യോ, ഫൈനലി റീച്ച് ഡെസ്റ്റിനേഷൻ. അയ്യോ, ചെലവുമുള്ള സ്ഥലം. വലിയ കുഴപ്പമില്ലാത്ത സമയം. രക്ഷപ്പെട്ടു. സമയമാണ് പ്രധാനം. കറക്റ്റ് നല്ല ക്യാപ്ചർ എടുക്കാൻ കഴിയുന്നവരാണ്. നമ്മുടെ നല്ല ഫോട്ടോ ഇതൊന്നുമില്ല. എവിടുന്ന് വന്നത്? അതിന്റെ ബാക്കിലായിരുന്നു നമ്മള്. റൗണ്ട് അടിച്ചാൽ വന്നത്. ഇനി പോകുമ്പോൾ കറക്റ്റ് നോക്കി പോകണം. മൂമാൻ്റെ ഊരി അകത്തിടണ്ടേ? ഓക്കെ ഗൈസ്, ഞങ്ങളവിടെ ചായ മേടിച്ചു തരാം. ഓക്കെ, ആരും എടുത്തുകൊണ്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്നു. ചില കയറ്റിയിട്ട് ചായ
ചായ ഇതിനകത്ത് എവിടെ ഈ ചായ കുടിക്കുന്നില്ല. അപ്പുറത്തുനിന്ന് മറ്റേ ബോട്ടൊക്കെ എന്താ ഇലക്ട്രിക് വണ്ടികൾ. ആ നല്ല ചൂട്. ചായ മേടിക്കാൻ പോകുന്നു. നല്ല കോലത്തിലാണ് രണ്ടുപേരും. വീട്ടിൽ നിന്ന കോലത്തിലൊക്കെ ഇറങ്ങിപ്പോലും. ഇതാണോ ഇതേ പറഞ്ഞു മറ്റേ ഷോപ്പ് വെച്ചാൽ? ആ ആ പക്ഷേ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് കാണുമില്ലല്ലോ. ഫ്രണ്ട് 2 വണ്ടി വെച്ചെങ്കിലും കാണുമായിരുന്നു. നാട്ടിൽ നിന്ന് കോലം നോക്കി ഫ്രണ്ട് സൈഡ് പോകുന്നതാണ് പ്രശ്നം. ബാർബർ ഷാപ്പ് ഇവിടെ മുടി കിട്ടാൻ വന്നേരാ. വല്ലപ്പോയി കിട്ടുന്നതല്ലടാ. എന്ത് ചെയ്യാൻ പറ്റുമോ? രാത്രിയാകുമ്പോൾ അടിപൊളിയാവുമായിരിക്കും. ബോട്ട് അവിടെ ഉണ്ടോ? ബോട്ട് ഉണ്ടെങ്കിൽ പ്രശ്നം. ആ ട്രെൻഡ് ഇവിടെ ഇരുന്നോ? അവിടെ കഴിഞ്ഞാൽ ബോട്ടിനോട് പേടിക്കല്ലേ? ബോട്ടിലിരുന്ന് വേണ്ട വേണ്ട, ആടും ഒന്നില്ലെങ്കിൽ ഇത് ശരിയല്ല. അയ്യോ, ഈ സാധനം കിട്ടിയാലും ഇത് മറ്റേ പെഡൽ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. പെഡലുണ്ടോ? അല്ല, ഇത് മറ്റേ എൻജിനുള്ള സാധനം കേട്ടോ. ഇവിടെ പാക്കിൽ കടുപ്പിക്കുന്ന ടൈപ്പാണ്. ഞാൻ വിചാരിച്ചു പെഡൽ ബോട്ടാണ്. ഇപ്പൊ കാരണം കുടിച്ചിട്ട് വെള്ളത്തിൽ കയറി കുടിക്കടാ. നമ്മള് ആക്കി തരാം, അതിനുള്ള സെറ്റ് ആക്കി തരാം. ഇവിടെ നിന്നിട്ട് കുടിച്ചിട്ട് പാടാം. ഇത് ഉറപ്പായിട്ട് പോവും. നീ കയറി, ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം എൻ്റെ കൈ തരണം. നീ ഇവിടുന്ന് കയറി, അത്രയും പോകണ്ട. നീ കയറി, ഇതെല്ലാം പോവേ. ചായ പോയില്ലെങ്കിൽ സെറ്റായോ? ഞാൻ സെറ്റായി. സെറ്റായോ? നീ കയറി, ഞാൻ പതുക്കെ സെറ്റാക്കാം. നനഞ്ഞ ചിക്കൻ സമൂസ കഴിക്കേണ്ടി വരുമോ? ഓക്കെ, കാല് കത്തല്ലേ? എന്നാൽ ഇത് പിടിക്കാൻ ഞാൻ പതുക്കെ തുഴയാം. ചായ പിടിക്കുന്ന നല്ലടാ പ്രശ്നം. നമ്മളാദ്യം സമൂസയെ സേഫാക്കാം. എന്നിട്ട് ഇവിടെ തടാകത്തിന് നടുവിലൊരു ചായ കുടിക്കും. പൊളിക്കും നമ്മള്. ഇവിടെ തോയാ ഇവിടെ ഇവിടെ അതല്ല, ഞാൻ അതിൻ്റെ ഇതുണ്ടല്ലോ, അങ്ങനെ കമത്തിയും തിരിച്ചാക്കി. അങ്ങനെ തന്നെ പോട്ടാണ്ട്. ആ പോട്ട് വണ്ടി പോട്ട് ആ പോകുന്നുണ്ട് നീങ്ങുന്നുണ്ട്. വളരെ ശരിയാണ്, ശരിയാണ്. ഇതുവരെ പറഞ്ഞത് അതിലില്ല, അങ്ങോട്ട് പോയതാ, ഒന്നും ഇതായതാ. പിന്നെ ബാലൻസ് കിട്ടി വരുമ്പോൾ സമയം എടുക്കുന്നു. ബാലൻസ് നമ്മൾ ഇന്ന് എത്തൂല. ഓക്കെ, ഇവിടുന്ന് കയറട്ടോ. എനിക്ക് ഇങ്ങനെ കാണത്തില്ലല്ലോ, പൊറോട്ടല്ലേ തുഴയാണ്. അടിപൊളി. ക്ലിയറാ, ശരിയായിട്ട് പോകുന്നുണ്ട്. ഏറെക്കുറെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി, കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണം. നീ തുഴയാനും പഠിച്ചു. നീ തുഴയാനൊക്കെ പണ്ടേ അറിയാം, നാക്ക് കിട്ടിയാൽ മതി. ഞങ്ങൾ തുഴഞ്ഞു ഓൾമോസ്റ്റ് എത്തി. ഞങ്ങൾക്ക് അവിടുത്തെ ഇത്രയും ദൂരം വെച്ചാലുണ്ട്. അവിടെയാണ് വരുന്നത് അവിടുന്ന്. പക്ഷേ ഇനി അങ്ങോട്ടാണ് ദൂരം കൂടുതലും. അങ്ങോട്ടാ ചായ കുടിച്ചിട്ട് ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ നടുക്കിൽ നിന്ന് ചായ പിടിക്കുന്നത് അല്ലേ? പറ്റും.
സമ്മർദ്ദം മൂലം. അയ്യോ ഞങ്ങളങ്ങനെ എത്തി. പക്ഷേ ഞങ്ങളുടെ ഇത് ഒടിഞ്ഞു പോയി ഗായ്സ്. ഞങ്ങളുടെ ചെറിയ ഒടിഞ്ഞു എന്തെന്ന് പറയാം? തൊഴ ഞങ്ങളങ്ങനെ പറയാം. അതിനെന്നാ ഇതാണ് ഞങ്ങളുടെ റൂം എത്തി. പക്ഷേ ഞങ്ങൾ അത്രയും ദൂരം തുഴഞ്ഞു അവിടുന്ന്. അയ്യോ അടുത്ത് ഉരുക്ക് ബലം കൊണ്ട് തുഴ അടുത്ത് ഞങ്ങളുടെ തുഴ ഒടിഞ്ഞു പോയി. പക്ഷെ അത് നല്ല പട്ടിയാണ് കേട്ടോ. അത്ര നേരം നല്ല അധ്വാനിച്ച ഒടിഞ്ഞു പോയത്. അത്യാവശ്യം ബലമൊക്കെ ഉണ്ടാ. പക്ഷെ ഇത് എന്നായിട്ട് പിടിക്കാൻ കിട്ടുന്നു നീ അല്ലേ? പക്ഷെ അല്ല വേറെന്തോ അല്ല വേറെന്തോ സാധനം ഇതില്ലെങ്കിൽ കാര്യം നടക്കില്ല. തുഴഞ്ഞ് പോകാൻ പറ്റും. നല്ല ഉണക്കമടൽ വെട്ടുകയാണ്. ഇപ്പം നാട്ടിലാണെങ്കിൽ മടൽ വെട്ടിയിട്ട് പറ്റാം. കുത്തല്ല അങ്ങനെ കുത്തിയാൽ പിന്നെ ഒടിഞ്ഞു പോകും. നമ്മൾ ഇറങ്ങി വന്നാൽ എത്തി ഇറങ്ങി. രാത്രിയായി തോമസൂട്ടി വിട്ടോടാ. ഞാൻ വെള്ളത്തിൽ ചാടിയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ നമ്മുടെ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ്. പക്ഷെ ഞങ്ങൾ ഒരു തുഴ മാത്രം ഒടിഞ്ഞു പോയി. അപ്പോൾ അവസാനം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒടിഞ്ഞു പോയത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ എത്താൻ പറ്റി. ഇനി എന്തായാലും ഞങ്ങളൊന്ന് നന്നായിട്ട് വേർത്ത് ഒന്ന് കുളിച്ചിട്ട് ഇവിടെ റൂമിൽ കയറി പോകാം. ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ. മൊത്തം നടക്കുക പോയിട്ട് ഡാമേജ് ഒന്നും വരാൻ പറഞ്ഞാൽ അത് ഇവിടെ തുറക്ക്. നീ എവിടെ തിരിക്കുന്നത്? അതവിടെ കൊളുത്തി തിരിക്കാൻ. അകത്ത് നല്ല ഇത് നിന്റെ അവിടെ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇത് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ അവിടെ തുഴഞ്ഞ് അവിടെ ചെന്ന് ചായ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഏകദേശം നടക്കുന്നത് ഞങ്ങൾ ചായ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് തുഴഞ്ഞ് വന്നു. തിരിച്ചെത്താറായപ്പോൾ ഞങ്ങളുടെ ഒരു തുഴ ഒടിഞ്ഞു പോയി. പക്ഷേ എന്നാലും ഞങ്ങൾ നല്ല രീതി ഇതായിരുന്നു. പ്ലാസ്റ്റിക് അല്ലേ, നല്ല ഫോഴ്സ് ഇട്ട് തുഴഞ്ഞതിൻ്റെ ഒരു ഡാമേജ് ആയിരിക്കാം. പക്ഷേ സാധനം പൊളിയാണ് കേട്ടോ. ഒരു നോർമൽ വേയിൽ ഫോഴ്സ് തുഴയുവാണെങ്കിൽ സാധനം ലാസ്റ്റ് ചെയ്തോളും, പോത്തൊന്നുമില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം നനഞ്ഞിരിക്കുവാണ്. ഇനി പോയി കുളിക്കണം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.